ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിതേ ഒരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഞങ്ങൾ ഇവന് 1.25 വയസ്സിൻ്റെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1.25-ൻ്റെ വാക്സിനേഷൻ നമുക്ക് ഗവൺമെൻറ്റിലില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലില്ല. അപ്പോൾ നമ്മളിവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് പോണേ. എം എം ആർ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ മൂത്തവർക്കും ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെയാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ജനിക്കുമ്പോൾ ഉള്ള BCG തുടങ്ങി നമുക്കൊരു ചാർട്ട് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിലുണ്ട് ഏതൊക്കെ വാക്സിൻ കൊടുക്കണമെന്ന്, അവരുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ ഓരോ രോഗങ്ങൾക്കെതിരെയുള്ള ബൂസ്റ്റേഴ്സായിട്ടും നമ്മൾ ആ കൊടുക്കേണ്ട വാക്സിൻ ആ സമയത്തിന് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളൊന്ന് പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വാക്സിൻസ് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. കാരണം നമ്മളിവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഡോക്ടേഴ്സിന് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടേഴ്സ് ആരും എത്തിയിട്ടില്ല. നമുക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ അവർ വാക്സിൻ എടുത്ത് തരുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ മോൻ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നടന്നു തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ സെറ്റായിട്ടില്ല, പക്ഷെ നടക്കാനായിട്ട് ഭയങ്കര ആക്രാന്താണ്. ഞാൻ ഓടി നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഈ തുറന്നിട്ടേക്കുന്ന ഡോക്ടേഴ്സിൻ്റെ റൂമിലേക്കൊക്കെ ഓടി കയറുക, ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.25 വയസ്സിൻ്റെ MMR വാക്സിനേഷനാണ് നമ്മളിപ്പോൾ എടുത്തത്. അത് മുൻപ് ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നതാണെന്നാണ് പറയണത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഇപ്പം അത് ഗവൺമെൻറ്റിലില്ല. അപ്പോൾ നമ്മൾ പ്രൈവറ്റിൽ പോയിട്ടാണ് അത് എടുത്തത്. ഇതിനങ്ങനെ പനിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പനിച്ചിട്ടുമില്ല. 3 അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിനാണ് നമ്മൾ MMR വാക്സിനേഷൻ എടുക്കുന്നത്. മീസൽസ്, മംസ് ആൻഡ് റുബല്ല. ഈ 3 അസുഖങ്ങൾക്കുള്ള എതിരെയുള്ള പ്രതിരോധ വാക്സിനേഷനാണ് MMR. ഇത് 1.25 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമ്മളിവിടെ അംഗൻവാടികളിലും അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ തുടങ്ങി നമുക്കിതാ ഇങ്ങനെ രണ്ടെണ്ണമല്ല, ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും. ഇത് ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയതും രണ്ടാമത്തെ ആൾക്ക് കിട്ടിയതുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഓരോ ഘട്ടങ്ങളിലും അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അവരുടെ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ എടുക്കേണ്ട വാക്സിനേഷൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അത് നോക്കിയാൽ മതി. നമുക്ക് ഓരോ സമയത്തും എടുക്കേണ്ട വാക്സിനേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ 2 വർഷം മുൻപ് ഉണ്ടായിരുന്ന വാക്സിനുകളിൽ നിന്നും ചിലതൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. മൂത്ത കുഞ്ഞുങ്ങൾക്ക് എടുത്തതിനേക്കാളും കൂടുതലായിട്ട് ചില വാക്സിനേഷൻസ് രണ്ടാമത്തേന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആദ്യത്തെ വാക്സിൻ എന്ന് പറയുന്നത് BCG, ഹെപ്പറ്റൈറ്റിസ് B, OPV ഇതാണ്. ഈ BCG, OPV അതുപോലെ ഹെപ്പറ്റൈറ്റിസ് Bയുടെ ഒക്കെ വാക്സിനേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന വാക്സിനാണ്. പിന്നെ നമ്മൾ 45 ദിവസം കംപ്ലീറ്റ് ആയിട്ടാണ് അടുത്ത വാക്സിൻ വരുന്നത്. അത് OPV1, പെൻഡ1, IPV1, റോട്ട1. അത് 2 വർഷം മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിലൊരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, PCV1. 3 ഇഞ്ചക്ഷനാണ് നമ്മൾ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് 45 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ അത് 45 ദിവസം കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട്, അതായത് 2.5 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ വരുന്നത് ആദ്യം OPV2, പെൻഡ2, റോട്ട2 ഇതാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്നത് OPV2, പെൻഡ2, റോട്ട2 ഇത് തന്നെയാണ് ഇപ്പോഴും. അതുപോലെ 3.5 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ OPV3, പെൻഡ3, IPV3, റോട്ട3 ആയിരുന്നു മുൻപുണ്ടായിരുന്നത്. ഇപ്പം അതിൻ്റെ ഒപ്പം PCV2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനേഷനും കൂടി എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ 9 മാസം കംപ്ലീറ്റ് ആയി 10ാം മാസത്തിൽ കിടക്കുമ്പോഴാണ് MR അതുപോലെ വൈറ്റമിൻ A നമ്മൾ വായിൽ ഡ്രോപ്സ് കൊടുക്കുന്നത്. ഇപ്പോൾ MRൻ്റെയും വൈറ്റമിൻ എയുടെയും കൂടെ IPV3യും PCV3യും അങ്ങനെ 2 എണ്ണം എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ 16 മാസത്തിൻ്റെയും 24 മാസത്തിൻ്റെ ഇടയിൽ കൊടുക്കുന്നതാണ് DPT ബൂസ്റ്റർ 1, അതുപോലെ വൈറ്റമിൻ A2, പിന്നെ കൊടുക്കുന്നതാണ് OPV ബൂസ്റ്റർ. ഇത്രയാണ് കൊടുക്കണം. പിന്നെ 5-6 വയസ്സിൻ്റെ ഇടയിൽ നമുക്ക് DPT ബൂസ്റ്റർ 2 വരുന്നുണ്ട്. 10 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ TD വരുന്നുണ്ട്. പിന്നെ 16 വയസ്സിൽ TD വരുന്നുണ്ട്. അങ്ങനെ അപ്പം നമുക്കറിയാം, ഇതുപോലെ ഒരു ചാർട്ടാണ് നമുക്ക് കിട്ടണം. ഇതിൽ എല്ലാ പ്രായത്തിലും കൊടുക്കേണ്ട വാക്സിൻസ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഏജ് ആകുമ്പോൾ പോയിട്ട് ആ വാക്സിൻ എടുത്താൽ മതി. ഇതിലിപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ കിട്ടാത്ത വാക്സിൻസ് പ്രൈവറ്റിൽ കിട്ടണതുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ ഉണ്ട്, അതുപോലെ ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ഉണ്ട്, പിന്നെ ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിൻ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു. നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ നിന്ന് അത് എടുക്കാനായിട്ട് സാധിക്കും. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു കാർഡ് തരും. അപ്പോൾ നമുക്ക് എത്ര പ്രായത്തിലാണ് അത് എടുക്കേണ്ടതെന്നുള്ളത് കാണാം. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഈ ഒരു ബുക്കിൻ്റെ പിക്ചറും അതുപോലെ ഈ പ്രൈവറ്റിൽ നിന്ന് കിട്ടുന്ന വാക്സിനേഷൻസിൻ്റെ ഒരു കാർഡുണ്ട്, അപ്പം അതിൻ്റെ പിക്ചറും ഞാൻ ഇട്ടേക്കാം. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ വാക്സിനേഷൻസ് എല്ലാം ഏതെല്ലാം അസുഖങ്ങൾക്കെതിരെയുള്ളതാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കൂ.
നമുക്കറിയാം ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കണ ഒരു ടൈമാണ്. നമ്മൾ കേൾക്കുന്നതും പണ്ട് കേട്ടിട്ടുള്ളതും അതുപോലെ കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഇപ്പം ഇന്നുണ്ട്. അപ്പം അതിനൊക്കെതിരെ കുട്ടികൾക്കുള്ളൊരു പ്രതിരോധമാണ് ഈ ഒരു വാക്സിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റണത് അത്രയേ ഉള്ളൂ. ഒരു വാക്സിനേഷൻ കൊടുക്കുക, കുട്ടികൾക്ക് അതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്കാണെങ്കിലും വലിയവരാണെങ്കിലും വാക്സിനേഷൻ എടുക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ അസുഖങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ വാക്സിനേഷൻസ്. നമ്മുടെ കുഞ്ഞുങ്ങളിനി ഇത്രയും കൂടി വലുതാകുമ്പോൾ പുറത്ത് പോയി തുടങ്ങും, അതായത് സ്കൂളിൽ പോണ ഒരു ടൈം, ഈ കുഞ്ഞു പ്രായത്തിൽ വാക്സിനേഷൻ എടുക്കുന്നത് ഓരോരോ അസുഖങ്ങൾക്കെതിരെയുള്ള പ്രതിരോധങ്ങളാണ്. അപ്പോൾ നമ്മളിനി പുറത്തൊക്കെ പോയി തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാക്സിനേഷൻ എടുക്കുമ്പോൾ അതിനൊരു തടയാണ്. ഇത്രയും എമൗണ്ട് വാക്സിനേഷന് നമുക്കറിയാം, അതിൻ്റെ ഇഞ്ചക്ഷൻസിൻ്റെ മരുന്നുകൾക്കൊക്കെ നല്ല എമൗണ്ട് ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ സംഭവം നമുക്ക് ഗവൺമെൻറ്റിൽ ഫ്രീ ആയിട്ടാണ് കിട്ടണേ. നമുക്ക് കിട്ടണ ഒരു സേവനമാണത്. അപ്പോൾ നമ്മളത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. കുട്ടികളെ പ്രതിരോധ ശക്തിയുള്ള കുട്ടികളായിട്ട്, അതുപോലെ എന്താ പറയുക, അസുഖങ്ങൾക്കെതിരെയുള്ള എല്ലാ ഇമ്മ്യൂണൈസേഷനും എടുത്തിട്ടുള്ള കുട്ടികളായിട്ട് വളർത്തുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. എല്ലാ മരുന്നുകളും അത്യാവശ്യം വേണ്ട എല്ലാ വാക്സിനും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ലാത്തത് നമുക്ക് പ്രൈവറ്റിൽ പോയാൽ എടുക്കാം. അപ്പോൾ അത് എടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പ്രൈവറ്റിൽ പോയി എടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ. ബാക്കി ഗവൺമെൻറ്റിൽ കിട്ടണതും എല്ലാം ഫ്രീ ആണ്. നമ്മളതിന് ഒരു 10 പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും മക്കൾക്ക് കൃത്യസമയത്തിന് വാക്സിനേഷൻ എടുക്കുക. ഇപ്പോൾ പണ്ടത്തെ കാലം പോലെയൊന്നുമല്ല. എല്ലാ വാക്സിനേഷനെ പറ്റിയും നമുക്ക് അവയർനെസ് ഉണ്ട്. നമ്മുടെ ആശാ വർക്കേഴ്സ് ആയാലും അതുപോലെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിലെ സിസ്റ്റർമാരായാലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ ഇന്ന നേരത്തെ ഇന്ന സംഭവങ്ങൾ എടുക്കണം കേട്ടോ എന്ന് പറയും. അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സ് ഇവരൊക്കെ നമ്മളെ വിളിച്ച് ഇതെടുത്തോ, വാക്സിൻ എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പം എല്ലാവരും ഇതിനൊക്കെ പറ്റി അവെയറാണ്. എന്തൊക്കെയാണ്, ഏതൊക്കെ വാക്സിനാണ് ഏതൊക്കെ ടൈമിലാണ് എടുക്കേണ്ടതെന്ന് നമ്മളെല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പരമാവധി വിനിയോഗിക്കുക. വാക്സിനേഷനൊക്കെ കുട്ടികൾക്ക് കൃത്യസമയത്ത് എടുക്കുക. ഇനി എങ്ങാനും ഏതെങ്കിലുമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലതിനൊക്കെ ബൂസ്റ്റർ ഡോസുകളുണ്ട്. അപ്പോൾ അതും ടെൻഷൻ അടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അപ്പം ഡീറ്റെയിൽസ് ഞാനതിൻ്റെ പിന്നാലെ ആഡ് ചെയ്തേക്കാം. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് വാക്സിനേഷനെ പറ്റി പറഞ്ഞത്. Thank you for watching. Bye bye.